എന്റെ മകളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ സിനിമയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരച്ഛന്റെ രോദനം. ആ അച്ഛൻ മറ്റാരുമല്ല സുഹൃത്തുക്കളെ, സംസ്ഥാനത്തെ BJP നേതാവും ഞാനും ചാണകം നീയും ചാണകം എന്നൊക്കെ പറഞ്ഞ നടൻ കൃഷ്ണകുമാറാണ്. ഞാൻ BJP ആയതിനാൽ എൻ്റെ മകൾ അഹാനയെ പൃഥ്വിരാജ് ചിത്രം ഭ്രമത്തിൽ നിന്നടക്കം പുറത്താക്കിയെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി. കേട്ട പാതി കേൾക്കാത്ത പാതി കൃഷ്ണകുമാറിന്റെ വാക്കും കേട്ട് സംഘികളെല്ലാം പൃഥ്വിരാജിന്റെ മെക്കിട്ട് കയറാൻ തുടങ്ങി. പൃഥ്വിരാജിനെ ജിഹാദിയാക്കാനും നാട് കടത്താനുമൊക്കെ പലരും ആഹ്വാനം ചെയ്തു. എന്നാൽ കൃഷ്ണകുമാറിന്റെ ആരോപണം ഒരച്ഛന്റെ മകൾക്കു വേണ്ടിയുള്ള രോദനമായിരുന്നില്ല, മറിച്ച് അതൊരു രാഷ്ട്രീയ നാടകമാണെന്ന് ഇപ്പോൾ വെളിവായിരിക്കുകയാണ്. സ്വന്തം മകൾ പോലും കൃഷ്ണകുമാറിന്റെ പ്രസ്താവനയെ തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയപരമായി ഒരു കാര്യവും ഭ്രമത്തിൽ നടന്നിട്ടില്ലെന്നും ആ പ്രൊജക്റ്റും അതിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതുമെല്ലാം പ്രൊഫഷന്റെ ഭാഗമാണെന്നും അതിന്റെ പേരിൽ കുറച്ചുപേർ പൃഥ്വിരാജിനെ കുറ്റപ്പെടുത്തുകയാണെന്നും അവർക്കൊന്നും വേറെ പണിയില്ലെന്നും ചോദിച്ചുകൊണ്ടാണ് അച്ഛനായ കൃഷ്ണകുമാറിന്റെ വാദങ്ങൾ അഹാന കൃഷ്ണകുമാർ പൊളിച്ചടുക്കിയത്. 2 ദിവസമായി ഞാനുമായി ബന്ധപ്പെട്ട ഒരു അനാവശ്യ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എനിക്കതിൽ യാതൊരു പങ്കുമില്ലെന്ന് അഹാന വ്യക്തമാക്കുന്നുണ്ട്. ദയവ് ചെയ്ത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുക. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ആരെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല, ഞാൻ ആ സിനിമയിലേ ഇല്ല. ഇതിൽ സംസാരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ടവരാവാം, അതൊക്കെ അവരുടെ അഭിപ്രായമാണ്. അത് വെച്ച എന്നെ അളക്കരുത്. എനിക്ക് ഈ നാടകത്തിൽ ഒരു പങ്കുമില്ലെന്ന് ആവർത്തിച്ചു പറയുന്ന അഹാന താൻ പൃഥ്വിരാജിന്റെ കടുത്ത ആരാധികയാണെന്നും പറയുന്നുണ്ട്. തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത സ്റ്റോറിയിലാണ് അഹാന അച്ഛന്റെ വാദങ്ങൾ പൊളിച്ചടുക്കിയത്. എന്തായാലും അഹാനയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വന്നതോടുകൂടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച കൃഷ്ണകുമാറിന്റെയും സംഘികളുടെയും നാടകം കൂടിയാണ് പൊളിഞ്ഞത്. നേരത്തെ തന്നെ സംഘികളുടെ കണ്ണിലെ കരടായിരുന്ന പൃഥ്വിരാജിനെതിരെയുള്ള സൈബർ ആക്രമണം നടത്താനുള്ള സംഘികളുടെ ശ്രമം കൂടിയായിരുന്നു ഇത്. എന്നും സംഘികൾക്കെതിരെ തന്റെ സിനിമകളിലും അതിനു പുറത്തുമായി നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് സുകുമാരൻ. അവസാനമായി ഇറങ്ങിയ ജനഗണമന എന്ന ചിത്രത്തിന്റെ ടീസറിൽ ഗാന്ധിയെ കൊന്നതിന് 2 പക്ഷമുള്ള നാടാ സാറേ എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ സംഭാഷണമൊക്കെ സംഘികൾക്ക് നല്ല പോലെ കൊണ്ടിട്ടുണ്ട്. അതിനാൽ തന്നെ പൃഥ്വിരാജിനെതിരെയുള്ള നീക്കങ്ങൾ നടത്താനുള്ള ഒരു തന്ത്രം കൂടിയായിരുന്നു അഹാനയുടെ വിഷയം. ആ വിഷയമാവട്ടെ ചീറ്റിപ്പോവുകയും ചെയ്തു. കുപ്രചരണങ്ങൾ നടത്തുക എന്നുള്ളത് സംഘികളെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഒരച്ഛൻ മകളുടെ സിനിമാ ജീവിതത്തെ രാഷ്ട്രീയ വിഷയത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ നാണക്കേട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.